അമ്മേ ദേവി മഹാമായെ കാത്തുരക്ഷിക്കണേ. അരുത്, എന്റെ മോളെ വാഴിക്കരുത്. അസംബന്ധം പറയരുത്. വർഷങ്ങൾക്ക് മുമ്പ് നിനക്കായിരുന്നു ഈ യോഗം. പക്ഷെ അന്ന് നീ മുറ തെറ്റിച്ചു. അന്ന് പൂട്ടിയതായി ശ്രീകോവിൽ. അതോടെ തറവാടിന്റെ ഐശ്വര്യം നശിച്ചു. പടിപ്പുരയ്ക്ക് പുറത്ത് നാട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മംഗലത്ത് പടിപ്പുരയുടെ പ്രതാപം കുറഞ്ഞുവെന്ന്, പ്രവചനങ്ങൾ തെറ്റാൻ തുടങ്ങിയിരിക്കണമെന്ന്. കണ്ണടച്ച് ധ്യാനിക്കുമ്പോ കാണുന്നത് കണ്ണീരൊഴുക്കിയിരിക്കുന്ന ദേവിയുടെ രൂപാണ്. ആ കണ്ണീര് തോരാതെ ഈ തറവാടിന് ശാന്തി ഉണ്ടാവില്ല. മംഗലത്ത് പടിപ്പുരയുടെ ശ്രേയസ്സും പാരമ്പര്യവും ഒരു പെണ്ണിന്റെ കണ്ണീരിൽ ഒഴുക്കിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല ഭാരതി. ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു ദേവിയും പറഞ്ഞിട്ടില്ല. ഇത് ചതിയാണ്. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. കുരയ്ക്കരുത്. ഒരു പെൺപട്ടിയും ഈ പടിപ്പുരയ്ക്കകത്ത് കുരച്ചിട്ടില്ല. നരേന്ദ്ര, ഹേമയുടെ പഠിപ്പ് നിർത്തിക്കോ. അവളെ തിരിച്ചു വിളിക്കണം. ഇനി വൈകിച്ചുകൂടാ. അറപ്പുരയിൽ 14 ദിവസത്തെ ദേവി പൂജ. അത് കഴിഞ്ഞ് ഏകാദശി. 3-ാം പക്കം പട്ടും ചിലമ്പും കൊടുത്ത് തിരുമുടിച്ചാർത്ത്. ശേഷം വാഴിക്കൽ. വില്ലുമംഗലത്തെയും കൂട്ടി വേണ്ടത് ചെയ്തോളൂ. ശരി. എന്തെങ്കിലും വിഘ്നങ്ങൾ നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കഴിഞ്ഞതൊന്നും മറക്കാതിരുന്നാൽ നിനക്ക് നല്ലത്. നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല മോളെ. നീ സ്വയം രക്ഷപ്പെടണം. എങ്ങോട്ടെങ്കിലും ഈ അമ്മയെ കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കരുത്. ചെറുപ്പം മുഴുവൻ ഓമിച്ച് ഒരു നിത്യകന്യകയായി ജീവിതകാലം മുഴുവൻ എന്റെ കുട്ടി പൂജാരിണിയായി അവിടെ കഴിയുന്നതും കണ്ടുകൊണ്ട് ജീവിക്കുന്നതിലും നല്ലത് നീ എവിടെയെങ്കിലും സുഖമായിരിക്കുന്നു എന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്നതാണ് മോളെ ഈ അമ്മയ്ക്ക് ആശ്വാസം. ഇല്ലമ്മേ, എന്റെ അമ്മയെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം എനിക്ക് വയ്യ. നീ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അമ്മയ്ക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല മോളെ. വിധിയുണ്ടെങ്കിൽ മോൾക്ക് അമ്മയെ വീണ്ടും കാണാം. എന്റെ മോൾക്ക് അച്ഛന്റെ അനുഗ്രഹം എന്നുണ്ടാവും. നീ അവളെ രക്ഷപ്പെടുത്തിയല്ലേ? എവിടെ നിങ്ങൾക്കൊരിക്കലും എന്റെ കുഞ്ഞിനെ കിട്ടില്ല. എന്റെ പെങ്ങളും ഇടുക്കിയ നീ ജയിച്ചു. പക്ഷെ ജഗന്നാഥൻ തോറ്റിട്ടില്ല. നാവ് നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. നരേന്ദ്ര, പിടിച്ചുകൊണ്ടുപോയി അറയിൽ അടയ്ക്കണേ. ചതിച്ചല്ലോ പോലീസേട്ടാ. ഇനി ആലോചിക്കാനൊന്നുമില്ല ജീവ. ആർക്കും അവളെ വിട്ടുകൊടുക്കരുത്. ഒരു നരകക്കുഴിയിലേക്കും അവളെ വലിച്ചെറിയാൻ പാടില്ല. പോടാ പോ. ഞങ്ങളെ പറ്റി സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോടെ അമ്മയും പോളും നരേന്ദ്ര. എന്താ നരേന്ദ്ര ഇത്? പ്രായം ചെറുപ്പം, ചാബല്യം സഹജം, മർദ്ദനം നിഷിദ്ധം. നരേന്ദ്രൻ ചെല്ല്. മോൾ ഉറങ്ങിയതങ്ങ് ഊട്ടിയിൽ രക്ഷകന്റെ കൈകളിൽ. ഉണർന്നതോ ഇങ്ങൊറ്റപ്പാലത്ത് കംസന്റെ കൈകളിൽ. ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്ക് എന്റെ കുട്ടി കണ്ട കിനാവിൽ ഈ അമ്മാവന്റെ മുഖമുണ്ടായിരുന്നോ? നവഗ്രഹങ്ങളെ കൊണ്ട് അമ്മാനമാടുന്നവനാ ഞാൻ. നക്ഷത്രങ്ങളിൽ ചെന്നൊളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എല്ലാം എടുത്തോളൂ. എന്നെ മോളെയും വെറുതെ വിട്ടൂടെ? വിടില്ല, ഞാൻ വിടില്ല. നിങ്ങളുടെ നാശം, ഈ തറവാടിന്റെ നാശം ഞാൻ മൂലമായിരിക്കണം. എന്റെ മുന്നിലായിരിക്കണം. അതിനായി വർഷങ്ങളൊക്കെയും ഞാൻ കാത്തിരുന്നത്. അച്ഛന്റെ മരണശേഷം
ഏട്ടന്റെ സ്ഥാനവും നൽകി നിങ്ങളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതിന്റെ നന്ദിയാണോ എന്നോട് കാണിച്ചത്? എന്റെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ മംഗലത്ത് പടിപ്പുര ജഗന്നാഥനായത്. ഇറങ്ങി പോടാ പുറത്ത്. നിന്റെ ഔദാര്യമല്ലടി ജഗന്നാഥന്റെ അവകാശം, അപമാനിക്കപ്പെട്ടവന്റെ ആവശ്യം. മറന്നുപോയെങ്കിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് നെടുമ്പുരയിലെ നെല്ലുകുത്തുകാരി കുഞ്ഞിക്കാവിനും വില്ലുവണ്ടിക്കാരൻ നാരായണനും ഒരു ഉണ്ണി പിറന്നു. ഈ ഞാൻ കുഞ്ഞു പിറന്ന സന്തോഷത്തിന് കുഞ്ഞിക്കാവിനും നാരായണനും ഒരു തുണ്ട് ഭൂമിയും ഒരു പുരകുത്താൻ 4 കെട്ടോലയും വെറ്റില കൊണ്ട് കുഞ്ഞിന്റെ തലയ്ക്കൊഴിഞ്ഞ് ജഗന്നാഥൻ എന്നൊരു പേരുമിട്ടു കൊടുത്തു. മംഗലത്ത് പടിപ്പുരയിലെ സൂര്യദത്തൻ, അതായത് നിന്റെ അച്ഛൻ. എന്റെ അമ്മയുടെ മുറിയിൽ നിന്ന് മുണ്ട് മുറുക്കി കുത്തി ആലസ്യത്തോടെ ഇറങ്ങി വരുന്ന സൂര്യദത്തനെ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന അയാളെ ചൂണ്ടിക്കാണിച്ച് ഒരു ദിവസം ചുട്ടുകൊള്ളുന്ന ശബ്ദത്തിൽ നാരായണൻ എന്നോട് പറഞ്ഞു, ആ പോകുന്ന പട്ടിയാണ് നിന്റെ തന്തയെന്ന്. മംഗലത്ത് പടിപ്പുര സൂര്യദത്തനെ കുഞ്ഞിക്കാവിന്റെ മകൻ അച്ഛ എന്ന് വിളിച്ചതിന് തന്ന സമ്മാനം ഇത് കണ്ടോ? 12 വയസ്സുകാരന്റെ കാല് ആനക്കോല് കൊണ്ട് തല്ലിയൊടിച്ചു. പടുജന്മം നൽകിയ തന്ത. ആ സൂര്യദത്തന്റെ ചിത തെക്കേപ്പുറത്ത് ആളിക്കത്തിയ ദിവസം പടക്കം പൊട്ടിച്ചാഘോഷിച്ചവനായി ജഗന്നാഥൻ. ഭാരതപ്പുഴയിൽ ചിതാഭസ്മം ഒഴുക്കിയിടത്ത് കാർക്കിച്ചു തുപ്പി അച്ഛന്റെ ആത്മാവിന് പുണ്യാഹം തളിച്ചവനാ ഈ ജഗന്നാഥൻ. മംഗലത്ത് പടിപ്പുര നിന്നിൽ അവസാനിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ നീ എന്നെ തോൽപ്പിച്ചത്. മാധവൻ, എന്റെ ആത്മമിത്രം, അവനെ നീ മോഹിച്ചു. നല്ല സ്വരത്തിൽ ഞാൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ആരും കാണാത്ത ഒരിടത്ത് ഞാൻ അവനെ ഒളിപ്പിച്ചു, ഈ തറവാട്ടുകുളത്തിന്റെ അടിത്തട്ടിൽ. അവനോടുകൂടി എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാ നിന്റെ വയറ്റിൽ ഇവൾ വളരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇവളിൽ നിന്നും ഈ തറവാടിനൊരു മുള പൊട്ടരുത്. വില്ലുമംഗലത്തോട് ഇവളുടെ വിവാഹകാര്യം നീ പറഞ്ഞ അന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതായി ഈ പ്രഹസനം. എന്റെ കണക്കുകൂട്ടലുകളാ വില്ലുമംഗലം കവിടി നിരത്തി ഗണിച്ചു പറഞ്ഞത്. പുറത്ത് വിളിച്ചു വരുത്തിയവരോടെല്ലാം വിളിച്ചു പറയും ഞാൻ. പഴയ നെല്ലുകുത്തുകാരിയുടെ മകനായിട്ട് നിന്നെ പറഞ്ഞു വിടാൻ ഇപ്പോഴും എനിക്ക് കഴിയും. പുറത്തൊരുത്തനും നീ പറയണത് വിശ്വസിക്കില്ല. അവരുടെ മുന്നിൽ മംഗലത്ത് പടിപ്പുരയുടെ കാവൽ മാലാഖയാണ് ഈ ജഗന്നാഥൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ ഒരുത്തനും വരില്ല. ഈ നാട് മുഴുവനുണ്ട് പടിപ്പുരയ്ക്കകത്ത്. എനിക്ക് കൂട്ടായി കാണ്.